നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിലെ സ്വകാര്യ മേഖലയിൽ അടുത്ത വർഷം 4% ശമ്പള വർധനവിന് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. പൊതുമേഖലയിൽ 3% ശമ്പള വർധനവ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാജ്യത്തെ ഉൽപാദനക്ഷമത കാര്യമായി ഉയർന്നില്ലെങ്കിൽ വേതന വർധനവ് കാര്യമായി കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സ്വകാര്യ മേഖലയിൽ ഇത് നേരത്തെയുള്ള ശമ്പള വർധനവിന്റെ അതേ നിരക്കാണ്. അതോടൊപ്പം 4% ശമ്പള വർധനവെന്നത് സമീപകാലത്തെ പണപ്പെരുപ്പവും ജീവിത ചെലവ് വർധനവും കണക്കിലെടുത്താൽ വളരെ കുറവാണെന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വില്ലൻ ചുമ വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടനിലുടനീളമുള്ള ആശുപത്രികളിൽ അപ്പോയിന്റ്മെന്റുകൾക്ക് മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ. രാജ്യത്ത് ഇതുവരെ ഏകദേശം 3000-ഓളം കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രോഗം ഇനിയും പടരാതിരിക്കാൻ വാക്സിൻ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒന്നിലധികം മെഡിക്കൽ സെന്ററുകൾ ഇതിനോടകം തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫേസ് ടു ഫേസ് അപ്പോയിന്റ്മെന്റുകളുള്ള രോഗികൾ, പ്രത്യേകിച്ച് ചുമയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാസ്ക് ധരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നു. വെസ്റ്റ് ഹാംസ്റ്റഡ് മെഡിക്കൽ സെന്റർ രോഗലക്ഷണങ്ങളുള്ള രോഗികളോട് ടെലിഫോൺ കോൾ അപ്പോയിന്റ്മെന്റുകൾ തിരഞ്ഞെടുക്കാനും ആവശ്യപ്പെടുന്നു. ഉയർന്ന അപകട സാധ്യതയുള്ള കുറ്റവാളികളെ സർക്കാരിന്റെ മോചന പദ്ധതി പ്രകാരം ജയിലിൽ നിന്ന് മോചിപ്പിച്ചതായി വാച്ച് ഡോഗ്. തിരക്ക് ഒഴിവാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ജയിലിൽ നിന്ന് മോചിതരായ ഗാർഹിക പീഡനം നടത്തിയവർ വരെ ഉണ്ടെന്ന് വാച്ച് ഡോഗ് വെളിപ്പെടുത്തുന്നു. നീതിന്യായ മന്ത്രാലയത്തിന്റെ ഈ പദ്ധതി ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി ജയിൽ ചീഫ് ഇൻസ്പെക്ടർ ചാർലി ട്രെയിലർ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഫെബ്രുവരിയിൽ ഈസ്റ്റ് സസെക്സ് ജയിലിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ആശങ്കകൾ ഉയർന്നു വന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്യാപ് വാടക കൂടുന്നതായി ലേബർ കമ്മീഷൻ റിപ്പോർട്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഫെബ്രുവരി വരെ വർഷത്തിൽ ശരാശരി പ്രതിമാസ വാടക 9% വർദ്ധിച്ചത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ശരാശരി വാടക 13% വരെ വർദ്ധിക്കുമെന്ന് റെസല്യൂഷൻ ഫൗണ്ടേഷൻ തിങ്ക് ടാങ്ക് പ്രവചിക്കുന്നു. വർദ്ധിച്ചുവരുന്ന വാടക ചെലവിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കുറച്ച് ആശ്വാസം നൽകുന്നത് ലക്ഷ്യമിട്ട് ഡബിൾ ലോക്ക് സംവിധാനം നടപ്പിൽ വരുത്തുന്നതിനായി ലേബർ പാർട്ടി കമ്മീഷൻ പരിധി ഉയർത്താൻ ശുപാർശ ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇംഗ്ലണ്ടിലെ ഭവന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ലേബറിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ നയം. ബ്രിട്ടീഷ് പോലീസ് ചില സയൻസ് ഫിക്ഷൻ ഉപകരണങ്ങളുമായി സ്ട്രീറ്റുകളിൽ പെട്രോളിംഗ് നടത്തിയേക്കാമെന്ന് റിപ്പോർട്ടുകൾ. കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബൈക്കുകൾ തടയുന്നതിനായി ഗോസ്റ്റ് ബസ്റ്റേഴ്സ് സിനിമകളിൽ കാണുന്നത് പോലുള്ള പ്രോട്ടോൺ പാക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് പരിഗണിക്കുന്നത്. കുറ്റകൃത്യം ചെയ്യുകയും ഈ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താൽ സാങ്കേതിക വിദ്യയിലൂടെ മോട്ടോർ പ്രവർത്തനരഹിതമാക്കാൻ പോലീസിന് കഴിയുമെന്നതാണ് ആശയം. എന്നാൽ ഈ ഉപകരണങ്ങൾ എത്രത്തോളം കൃത്യമായിരിക്കുമെന്നോ അടുത്തുള്ള മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യതയില്ല. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.